Assalamu alaikum. In the previous class, we are studying the third chapter, that is our nervous system, and we have covered the portion that is parts of brain and what are the components of nervous system. So in today's class, we will be studying about nerves, spinal cord, and the parts of nerves, or not the different types of nerves. Okay. So first of all, what are nerves? Nerves are thread-like structures made up of neurons or nerve cells. ഞാൻ പറഞ്ഞ basic unit. Last class I have told you like what is the basic unit of our nervous system? It is nerves or neurons. So thread-like structures made up of neurons or nerve cells. എന്താണ് ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവ് സെൽസ് കൊണ്ട് മേഡപ്പ് ചെയ്തേക്കുന്ന thread-like സ്ട്രക്ചേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് നെർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ആർ നെർവ്സ്? നെർവ്സ് ആർ thread-like structures made up of neurons or nerve cells. നെർവ് സെൽസ് അല്ലെങ്കിൽ ന്യൂറോൺസ് കൊണ്ട് മേഡപ്പ് ചെയ്തേക്കുന്ന thread-like സ്ട്രക്ചേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് നെർവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സ്പൈനൽ കോഡ്. Bundle of nerves that connects brain with other parts of the body. So our brain is connected with other parts of the body. I have told you like if you are seeing something or if you are hearing whatever it is, we are understanding what it is with the help of brain. So how this information is reaching to the brain? It is reaching to the brain with the help of bundle of nerves which is known as spinal cord. എന്താണ് സ്പൈനൽ കോഡ്? സ്പൈനൽ കോഡിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ ബ്രെയിൻ എന്ത് കിട്ടുന്നത്? ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത്. ആ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് ഹൗ വി ഷുഡ് ആക്ട് അക്കോർഡിംഗ്ലി, ആ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പൈനൽ കോഡ്. ആ സ്പൈനൽ കോഡിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെൻസ് ഓർഗൻസിലോട്ട് അല്ലെങ്കിൽ അതർ പാർട്സ് ഓഫ് ദ ബോഡിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടുന്നത്. സോ സ്പൈനൽ കോഡ് ഈസ് ബണ്ടിൽ ഓഫ് നെർവ്സ് ദാറ്റ് കണക്ട്സ് ബ്രെയിൻ വിത്ത് അതർ പാർട്സ് ഓഫ് ദി ബോഡി. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് നെർവ്സ്? Nerves are thread-like structures made up of neurons or nerve cells and bundle of nerves that connect brain with the other parts of the body. ബ്രെയിനെ നമ്മുടെ ബോഡിയുടെ മറ്റ് പാർട്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ബണ്ടിൽ ഓഫ് നെർവ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് nerves is having three types. Okay, nerves എന്തുണ്ട്? Three types of nerves are there and they are sensory nerves, motor nerves and mixed nerves. So the nerves which are the thread-like structures made up of neurons and nerve cells has three types, that is sensory nerves, motor nerves and mixed nerves. So what are sensory nerves? എന്താണ് sensory nerves? So sensory nerves helps in transmitting signals from sense organs. നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്നും സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സെൻസറി നെർവ്സ് എന്ന് പറയുന്നത്. സോ ഐ ടോൾഡ് യു ലൈക്ക് ഇഫ് യു ആർ സീയിങ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, വി ആർ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ഈസ് എ ഫ്ലവർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ സെൻസ് ഓർഗൻ, റൈറ്റ്? ബട്ട് ഹൗ അവർ സെൻസ് ഓർഗൻ ഈസ് റെക്കഗ്നൈസിങ് ദാറ്റ് ഇറ്റ് ഇസ് എ ഫ്ലവർ? The brain gives out the information. So if the brain gives out the information to make us understand that is a flower, then we should give the signal to brain. അല്ലെ, നമ്മൾ കണ്ട ആ ഒരു കാര്യത്തിന് എന്ത് സിഗ്നൽസ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ബ്രെയിൻ വരെ എത്തിക്കണം. ആൻഡ് ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡൺ ബൈ സെൻസറി നെർവ്സ്. അല്ലെ, ആ ഒരു ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന എന്തിൻ്റെ സഹായത്തോടെയാണ്? സെൻസറി നെർവ്. സോ സെൻസറി സെൻസറി നെർവ്സ് ഹെൽപ്സ് ടു ട്രാൻസ്മിറ്റ് സിഗ്നൽസ് ഫ്രം സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻസിൽ നിന്നും സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ത്? സെൻസറി നെർവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മോട്ടോർ നെർവ്സ്. ഹെൽപ്സ് ദി ബ്രെയിൻ ടു കൺട്രോൾ അവർ മസിൽസ്. നമ്മുടെ മസിൽസ് ചെയ്യുന്ന ആക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, എന്തൊക്കെ ആക്ഷൻസ് നമ്മുടെ മസിൽസ് ചെയ്യും? ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ഇൻ walking, writing and everything, right? And also the contraction and relaxation of the muscle is done or controlled with the help of motor nerves. Motor nerves ന്റെ സഹായത്തോടെയാണ് മസിൽസ് കോൺട്രാക്ട് ചെയ്യണോ റിലാക്സ് ചെയ്യണോ എന്നൊക്കെ എന്ത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. സോ ദിസ് motor nerves helps the brain to control our muscles. എന്താ ബ്രെയിനെ എന്ത് ചെയ്യുക? ബ്രെയിൻ മസിൽസിനെ കൺട്രോൾ ചെയ്യുന്ന എന്തിൻ്റെ സഹായത്തോടെയാണ്? മോട്ടോർ നെർവ്സ്. സോ ദ ബ്രെയിൻ കൺട്രോൾസ് ദ മസിൽസ് ഓഫ് ദ ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോട്ടോർ നെർവ്സ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് മിക്സഡ് നെർവ്സ്. സോ മിക്സഡ് നെർവ്സ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് സെൻസറി ആൻഡ് മോട്ടോർ നെർവ്സ്. ഈ പറഞ്ഞ സെൻസറിനെയും മോട്ടോർ നെർവ്സിന് ടുഗെദർ ആണ് എന്തെന്ന് പറയുന്നത്? മിക്സഡ് നെർവ്സ് എന്ന് പറയുന്നത്. സോ comprises both sensory and motor nerves. It helps to carry messages to and from the
brain. So our brain is the major source. നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് വേണം, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നതാണെങ്കിലും അതേപോലെ തന്നെ റീകോൾ ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത് എല്ലാം നമ്മൾ എവിടെയാണ്? ബ്രെയിനിലാണ്. സോ it helps, this mixed nerves helps in both, like to give information to the brain, otherwise to give signals to the brain as well as to receive information from the brain. Brain signals കൊടുക്കാനും അതേപോലെ തന്നെ ബ്രെയിനിൽ നിന്നും ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനെ റിസീവ് ചെയ്യാനും സഹായിക്കുന്നതാണ് എന്ത്? മിക്സഡ് nerves. So first of all, nerves are thread-like structures made up of neurons or nerve cells. Spinal cord are bundle of nerves that connects brain with other parts of the body. Our other parts of the body is connected with the brain with the help of spinal cord. അല്ലേ, നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ സഹായത്തോടെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബ്രെയിൻ മറ്റുള്ള ബോഡി പാർട്സിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് this bundle of nerves that connects the brain with other parts of the body is known as spinal cord. And the next one is nerves. Nerves include three types are there, and the first one is sensory nerve, motor nerve, second one is motor nerve, and third one is mixed nerves. So what is sensory nerves? Sensory nerves helps to transmit signals from sense organs. Motor nerve helps the brain to control our muscles. Mixed brain is having both the functional, comprises both sensory and motor nerves. It helps to carry messages to and from the brain. And the next one is reflex action. So what is reflex action? Reflex action is the quick reaction. റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വിക്ക് റിയാക്ഷനാണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. So in your textbook you have an example, that is when we accidentally step on a sharp object, sensory nerves on the skin of our feet send a messages to the spinal cord. So the example that is given in your textbook is like accidentally നമ്മൾ എന്താണ് അറിയാതെ ഇപ്പോൾ ഒരു ഷാർപ്പ് ഒബ്ജക്റ്റിൽ ചവിട്ടി എന്ന് വിചാരിച്ചോ. സോ accidentally we step up on a sharp object. That time the skin is the sense organ, so the skin gives out signal to the brain. That time we suddenly removes our leg. അല്ലേ, നമ്മൾ ആ ഒരു ഷാർപ്പ് ഒബ്ജക്റ്റിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ കാല് മാറ്റില്ലേ. സോ ദാറ്റ് ആക്ഷൻ ഈസ് നോൺ ആസ് റിഫ്ലെക്സ് ആക്ഷൻ. അതായത് എന്താണ്? ക്വിക്ക് ആയിട്ടുള്ള റിയാക്ഷൻ. വെൻ ദ സെൻസ് ഓർഗൻ ഗീവ്സ് ടു ദി ബ്രെയിൻ the signals, the information is given back to the part of the body with the help of spinal cord, and that time the reaction which is done quickly, quick ആയിട്ടുള്ള റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് റിഫ്ലെക്സ് ആക്ഷൻ? ദ ക്വിക്ക് റിയാക്ഷൻ ഈസ് നോൺ ആസ് റിഫ്ലെക്സ് ആക്ഷൻ, and it takes place due to the messages sent by spinal cord, and it takes place due to the message sent by the spinal cord. എന്താണ്? സ്പൈനൽ കോഡ് ബ്രെയിനിൽ സെൻഡ് ചെയ്ത മെസ്സേജ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? റിഫ്ലെക്സ് ആക്ഷൻ നടക്കുന്നത്. സോ റിഫ്ലെക്സ് ആക്ഷൻ ഈസ് ക്വിക്ക് റിയാക്ഷൻ. ഐ ടോൾഡ് യു ദ എക്സാമ്പിൾ. ഇഫ് യു accidentally we step up into a sharp object, suddenly we remove our leg. So how we are suddenly removes our leg? With the help of the message that is given by spinal cord to the brain. Okay, so that is reflex action. That sudden reaction that we are doing, or the quick reaction that we are doing, is known as reflex action. Okay, so in today's class we have studied about nerves and spinal cord, and what are the three types of nerves, and what is reflex action, and in next class we will study about sense organs. Okay, so that's it for today. Thank you.